പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കേരളം. ഇന്ന് സെപ്റ്റംബർ മാസം 23. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളുമായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവൻ 1972 സെപ്റ്റംബർ 23 രാത്രി 9 മണിക്ക് തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടിയിൽ വെച്ച് ഒരു കൂട്ടം കാപാലികന്മാർ സഖാവ് അഴീക്കോടനെ മൃഗീയമായി കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. 1940 കാലത്ത് അഴീക്കോടൻ ഉൾപ്പെടെയുള്ള ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആ സംഘടനയെ ഒരു സമരസംഘടനയാക്കി മാറ്റിയ ജനകീയ നേതാവായിരുന്നു സഖാവ് അഴീക്കോടൻ രാഘവൻ. തൻ്റെ വർഗത്തോടും ജനാധിപത്യ പ്രസ്ഥാനത്തോടുമുള്ള കൂറും ബഹുജനങ്ങളെ സംഘടിപ്പിക്കുവാനുള്ള കഴിവും കൊണ്ട് അന്ന് മലബാർ ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും പാർട്ടിയുടെയും ഉന്നത സ്ഥാനങ്ങളിലേക്ക് അഴീക്കോടൻ രാഘവൻ വളരെ വേഗം വളർന്നു വന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ അഴീക്കോടൻ പാർട്ടി അംഗമായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ അഴീക്കോടൻ മലബാർ ജില്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. 1919 ജൂലൈ മാസം 1 തീയതിയാണ് സഖാവ് അഴീക്കോടൻ ജനിച്ചത്. കണ്ണൂർ ടൗണിലെ തെക്കി ബസാറിലെ ആധാരമെഴുത്തുകാരൻ കറുവനും പൂക്കാച്ചിയുമാണ് മാതാപിതാക്കൾ. അഴീക്കോടന് 2.5 വയസ്സ് ഉള്ളപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നീട് അമ്മാവന്മാരുടെ സംരക്ഷണയിലാണ് വളർന്നത്. കണ്ണൂർ ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിനോടനുബന്ധിച്ചുള്ള മോഡൽ സ്കൂളിലെ 5ാം തരത്തോടെ പഠനം ഉപേക്ഷിച്ച് പിന്നീട് ബീഡി തൊഴിലാളിയായി ജീവിച്ചു. കണ്ണൂരിലെ ബീഡി തൊഴിലാളികൾ സംഘടിക്കുന്ന കാലം അഴീക്കോടൻ ബീഡി സിംഗാർ തൊഴിലാളി യൂണിയൻ ഓഫീസ് സെക്രട്ടറിയായി കുറച്ചുകാലം പ്രവർത്തിച്ചു. തുടർന്ന് ബീഡി സിംഗാർ തൊഴിലാളിയുടെ യൂണിയൻ സെക്രട്ടറിയായി. തൻ്റെ വർഗബോധവും ജനാധിപത്യ പ്രസ്ഥാനത്തോടുള്ള കൂറും ബഹുജനങ്ങളെ സംഘടിപ്പിക്കുവാനുള്ള കഴിവും കൊണ്ട് അദ്ദേഹം മലബാർ ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ വളരെ വേഗം എത്തിച്ചേർന്നു. കേരള സംസ്ഥാന രൂപീകരണം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി CH കണാരനും തിരഞ്ഞെടുക്കപ്പെട്ടു. 1972 വരെ 15 വർഷക്കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകാർ റിവിഷനിസ്റ്റുകാരിൽ നിന്നും അവസാനമായി വിട്ടുപോരുന്നതിന് ഇടയാക്കിയ രൂക്ഷമായ ഉൾപാർട്ടി സമരത്തിനിടക്ക് ഭരണാധികാരി വർഗത്തിനെതിരായി സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നവരുടെ ഭാഗത്ത് സഖാവ് അഴീക്കോടനും നിലയുറപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വഹിച്ചിരുന്ന അതേ സ്ഥാനങ്ങൾ തന്നെ CPM-ലും തുടർന്നു. സംസ്ഥാനത്ത് ആകെയുള്ള ഇടതുപക്ഷങ്ങളെയും ജനാധിപത്യവാദികളെയും കോൺഗ്രസിനെതിരെ സംഘടിപ്പിക്കുന്നതിനുള്ള അഴീക്കോടൻ്റെ കഴിവ് വിവരണാതീതമാണ്. അതിൻ്റെ തെളിവാണ് 1966 കോൺഗ്രസിൻ്റെ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഐക്യമുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരിക്കാൻ ഏറ്റവും പറ്റിയ നേതാവ് അഴീക്കോടനാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. പാർട്ടിയിൽ നിന്നും പുറന്തള്ളപ്പെട്ട നക്സലേറ്റുകൾക്ക് അഴീക്കോടനോട് പ്രത്യേകമായ പക പുലർത്തിപ്പോന്നിരുന്നു. സഖാവ് അഴീക്കോടനെ കുത്തി കൊലപ്പെടുത്തുന്നതിന് 2 ദിവസം മുമ്പ് ഈ സംഘത്തിൻ്റെ നേതാവ് സഭ അഴീക്കോടനെ അടക്കം 3 നേതാക്കളെ വകവരുത്തുവാനുള്ള ഉദ്ദേശം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. സഖാവ് കുഞ്ഞാലിയെയും സഖാവ് അബ്ദുൽ ഖാദറിനെയും കൊലപ്പെടുത്തിയ കോൺഗ്രസ് ഗുണ്ടകളായിരുന്നുവെങ്കിൽ അഴീക്കോടനെ കുത്തി കൊലപ്പെടുത്തിയത് അറിയപ്പെടുന്ന നക്സലേറ്റുകളാണ്. എന്നാൽ സഖാവ് അഴീക്കോടൻ്റെ കൊലയാളികൾക്ക് ഭരണ കോൺഗ്രസിൻ്റെ പരസ്യമായ പിന്തുണ ഉണ്ടായിരുന്നു. അഴീക്കോടൻ രാഘവൻ CPM-ന്റെ നേതാവും വക്താവും ആയിരുന്നുവെങ്കിലും മറ്റ് കക്ഷികളിൽ പെട്ടവരും അദ്ദേഹത്തോട് വളരെ സ്നേഹാദരങ്ങളോടെയാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നായിരുന്നു അർത്ഥം. സാധാരണ സുഹൃത്തുക്കൾ അഴീക്കോടനെ കളിയാക്കാറുണ്ട്. അതിവേഗത്തിലോടുന്ന ട്രാൻസ്പോർട്ട് ബസ്സിലെ കുലുക്കമുണ്ടെങ്കിലേ സഖാവിന് ഉറക്കം വരുമെന്നും. ജയിലിൽ കഴിച്ചു കൂട്ടിയ വർഷങ്ങൾ ഒഴിച്ചാൽ അഴീക്കോടൻ്റെ ഉറക്കിൻ്റെ 3/4 പങ്കും ട്രാൻസ്പോർട്ട് ബസ്സിലായിരുന്നു. 1971 ഡിസംബർ 28 രാത്രിയിലാണ് തലശ്ശേരി വർഗീയ ലഹള തുടങ്ങുന്നത്. 1971 ഡിസംബർ 29 തന്നെ CPM നേതാക്കൾ ആഭ്യന്തരമന്ത്രി കരുണാകരനെ സ്ഥിതിഗതികൾ അറിയിച്ചിരുന്നു. ലഹള ശമിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുവാൻ മന്ത്രി തന്നെ തലശ്ശേരിയിൽ എത്തണമെന്നും അഭ്യർത്ഥിച്ചു. പക്ഷേ ആഭ്യന്തരമന്ത്രി കരുണാകരന് ഇതിലും പ്രധാനമായ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. തലേ ദിവസം കോവളത്ത് വെച്ച് അന്തരിച്ച വിക്രം സാരാഭായിയുടെ മൃതശരീരം അഹമ്മദാബാദിൽ എത്തിക്കുക എന്നത്. അദ്ദേഹം ശവമഞ്ചകം കൊണ്ട് അങ്ങോട്ട് പോയി. CPM നേതാക്കൾ സംസ്ഥാന കമ്മിറ്റി യോഗം നിർത്തിവെച്ച് അഴീക്കോടൻ രാഘവന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കണ്ണൂരിലേക്ക് തിരിച്ചു. ലഹളബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കഴിവതും ശ്രമിച്ചു. വസൂരി ബാധിച്ച് കിടപ്പിലായിരുന്ന പിണറായി വിജയൻ MLA ആരോഗ്യം സാധാരണഗതിയിൽ ആവാതെ തന്നെ ലഹളബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. കലാപത്തിൻ്റെ തുടർച്ചയിലാണ് പള്ളിക്ക് കാവൽ നിന്ന UK കുഞ്ഞിരാമൻ രക്തസാക്ഷി ആയത്. 1972
കാലഘട്ടത്തിലാണ് ആഭ്യന്തരമന്ത്രി കരുണാകരനെതിരായി തട്ടിൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അഴിമതികൾ പുറത്തുവന്നത്. ആ ആരോപണത്തിന്റെ തുടർച്ചയാണ് സഖാവ് അഴീക്കോടിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. വലതുപക്ഷ ശക്തികൾ ഇടതുപക്ഷ അരാജകവാദികളുമായി ഒത്തുചേർന്ന് നടത്തിയ ഒരാസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ആ അറുംകൊല. കൊല്ലപ്പെടുമ്പോൾ അഴീക്കോടന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കത്തിനെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. 1972 സെപ്റ്റംബർ 23 രാത്രി തൃശൂരിലെ ചെട്ടിയങ്ങാടിയിൽ സഖാവ് അഴീക്കോടൻ രാഘവൻ കുത്തേറ്റ് മരിക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറുമായിരുന്നു. ഒട്ടേറെ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹി കൂടിയായിരുന്നു സഖാവ് അഴീക്കോടൻ. 1967-69 കാലത്ത് അധികാരമൊന്നുമില്ലാതെ, മന്ത്രിയല്ലാതെ മന്ത്രിസഭയെയും ഭരണകൂടത്തെയും ജനനന്മയ്ക്കു വേണ്ടി പ്രവർത്തിപ്പിക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനിയായിരുന്നു അഴീക്കോടൻ രാഘവൻ. അഴീക്കോടൻ തൃശ്ശൂരിലെത്തിയത് സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി സ്വകാര്യ റബ്ബർ എസ്റ്റേറ്റ് വില കൊടുത്തു വാങ്ങുന്നത് വഴി വലിയ അഴിമതി ആരോപണം നിലനിൽക്കുന്ന കാലമായിരുന്നു. എസ്റ്റേറ്റ് മാനേജറോട് കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് കരുണാകരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ PA എഴുതിയ കത്ത് തൃശ്ശൂരിൽ നിന്നുമിറങ്ങുന്ന നവാബ് പത്രം 1972 ഏപ്രിൽ 1 പ്രസിദ്ധീകരിച്ചു. കത്തിൻ്റെ ഒറിജിനൽ ആവശ്യപ്പെട്ട് നവാബ് രാജേന്ദ്രനെ തൃശൂർ ക്രൈംബ്രാഞ്ച് SP ജയറാം പടിക്കൽ കസ്റ്റഡിയിലെടുത്തു. ക്രൂരമായ പീഡനം നടത്തി. കത്ത് അഴീക്കോടന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു നവാബിന്റെ മൊഴി. നവാബ് രാജേന്ദ്രനെയും കൂട്ടി പോലീസ് പുലർച്ചെ കണ്ണൂരിൽ അഴീക്കോടന്റെ വീട്ടിലെത്തിയെങ്കിലും കത്ത് കിട്ടിയില്ല. രാജേന്ദ്രനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണെന്ന് സംശയം സ്ഥിരീകരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാജേന്ദ്രന്റെ വക്കീലായി അഭിനയിച്ചാണ് അഴീക്കോടന്റെ വീട്ടിലെത്തിയത്. അഴീക്കോടൻ രാത്രി വാതിൽ തുറക്കുമ്പോൾ കണ്ടത് ക്ഷീണിതനായ രാജേന്ദ്രനെയാണ്. രാജേന്ദ്രന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അഴീക്കോടനെ കണ്ടയുടനെ വെള്ളം വേണമെന്നാവശ്യപ്പെട്ടു. കൂട്ടത്തിലുള്ള ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ വക്കീലാണെന്നാണ് രാജേന്ദ്രൻ ആദ്യം മറുപടി പറഞ്ഞത്. പത്രത്തിൽ പ്രസിദ്ധീകരിച്ച എഴുത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഒറിജിനലും വേണമെന്നും നാളെ കോടതിയിൽ ഹാജരാക്കാനാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. കൂട്ടത്തിലുള്ള വക്കീലിൻ്റെ രൂപവും ഭാവവും കണ്ട് അല്പം സംശയം തോന്നിയ സഖാവ് അഴീക്കോടൻ അദ്ദേഹവുമായി സംസാരിച്ചു. അഴീക്കോടൻ്റെ സംശയങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വന്നത് വക്കീലല്ല, പോലീസുകാരനാണെന്ന് അഴീക്കോടന് മനസ്സിലായി. ഒരു വലിയ സംഘം തന്നെ തൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്നും പോലീസുകാർ സമ്മതിച്ചു. ഈ കത്തിന് വേണ്ടി ഇത്രയും ഹീനമായ മാർഗങ്ങളൊന്നും നടത്തേണ്ടതില്ലെന്നും ഇതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ രേഖകൾ പുറത്തു വരുമെന്നും അഴീക്കോടൻ പറഞ്ഞു. നവാബ് പത്രാധിപരെ 2 ദിവസമായി കാണാനില്ലെന്ന് പരാതിപ്പെട്ടുകൊണ്ട് ജ്യേഷ്ഠ സഹോദരൻ മജിസ്ട്രേറ്റിൽ പരാതി കൊടുത്തിരിക്കുകയായിരുന്നു. തുടർന്ന് അഴീക്കോടൻ കണ്ണൂരിൽ പത്രസമ്മേളനം വിളിച്ചു. ഒരു പത്രാധിപരെ 2 ദിവസമായിട്ടും കോടതിയിൽ ഹാജരാക്കാതെ കസ്റ്റഡിയിൽ വെക്കുകയും മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവം അഴീക്കോടൻ വിശദീകരിച്ചു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ വക്കീലാണെന്ന് പറയാൻ രാജേന്ദ്രനെ നിർബന്ധിച്ചതാണെന്നും തെളിഞ്ഞു. ആഭ്യന്തരമന്ത്രി കരുണാകരൻ അധികാരത്തിലിരിക്കുന്ന ഓരോ നിമിഷവും ഈ ആരോപണത്തിന് ആസ്പദമായ തെളിവുകൾ നശിപ്പിക്കുന്നതിനായി സകലവിധ കുതന്ത്രങ്ങളും പ്രയോഗിക്കുമെന്നും അതുകൊണ്ട് കരുണാകരനെ എത്രയും വേഗം പുറത്താക്കിക്കൊണ്ട് ഒരു അന്വേഷണം സഖാവ് അഴീക്കോടൻ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് സഖാവ് EMS മുഖ്യമന്ത്രി അച്യുതമേനോന് പ്രത്യേകം കത്തെഴുതിയെങ്കിലും ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല. എനിക്ക് ഇന്നലെ ഉണ്ടായ അനുഭവം ഞാൻ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും സഖാവ് അഴീക്കോടൻ പറഞ്ഞു. അഴീക്കോടൻ തൃശ്ശൂരിലെ പ്രീമിയർ ലോഡ്ജിലായിരുന്നു താമസിച്ചിരുന്നത്. സെപ്റ്റംബർ 23 എറണാകുളത്ത് ചില ട്രേഡ് യൂണിയൻ യോഗങ്ങളിൽ പങ്കെടുത്ത ശേഷം തൃശ്ശൂരിലേക്ക് മടങ്ങി രാത്രി 9 മണിക്ക് KSRTC സ്റ്റാൻഡിൽ ഇറങ്ങി. പ്രീമിയർ ലോഡ്ജിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ പെട്ടെന്ന് 5-6 പേർ ചാടി വീണു. അദ്ദേഹത്തെ ബലമായി പിടിച്ചു നിർത്തുകയും അവരിൽ ഒരാൾ മുമ്പിൽ നിന്നും സഖാവിൻ്റെ നെഞ്ചത്തും വയറ്റത്തും മൃഗീയമായി കുത്തി വീഴ്ത്തുകയായിരുന്നു. അക്രമികൾ വളരെ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സംഭവം നടക്കുമ്പോൾ ടൗണിൽ കടകൾ അടച്ചിരുന്നില്ല. റോഡിൽ ധാരാളം ജനസഞ്ചാരവും ഉണ്ടായിരുന്നു. പകൽ പോലുള്ള വെളിച്ചത്തിലാണ് സഖാവിനെ ആക്രമികൾ കുത്തിമലർത്തിയത്. കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കടയുടെ മുമ്പിൽ വെച്ചാണ് ആക്രമണം. കുത്തുകൊണ്ട് അഴീക്കോടൻ ഒരു കൈകൊണ്ട് നെഞ്ച് അമർത്തിപ്പിടിച്ച് 20 അടിയോളം മുന്നോട്ട് നീങ്ങി. ഒരു ടെലിഫോൺ പോസ്റ്റിൽ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും തീർത്തും പരവശനായി കഴിഞ്ഞിരുന്നു. സംഭവ സ്ഥലത്ത് അഴീക്കോടൻ്റെ 2 ചെരുപ്പുകളും ഡയറിയും പേഴ്സും പെന്നും ബാഗും ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം ലോഡ്ജ് മുറിയിൽ വീരേന്ദ്രകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എറണാകുളത്ത് പോയി തിരിച്ചു വന്നാൽ രാത്രി വീണ്ടും സംസാരിക്കാനുണ്ടെന്നും തന്നെ ലോഡ്ജിൽ കാത്തിരിക്കണമെന്നും വീരേന്ദ്രകുമാറിനോട് അഴീക്കോടൻ പ്രത്യേകം ഏൽപ്പിച്ചിരുന്നു. വീരേന്ദ്രകുമാർ 23 ലോഡ്ജ് മുറിയിൽ ഏറെ നേരം കാത്തിരുന്നിട്ടും കാണാതെ അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് വീരേന്ദ്രകുമാർ അഴീക്കോടന്റെ മൃതദേഹം കാണുന്നത്. ആ കത്തുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന കറുത്ത ബാഗ് അഴീക്കോടന്റെ മൃതദേഹത്തിനടുത്ത് ഉണ്ടായിരുന്നെങ്കിലും ആ ബാഗും കത്തും പിന്നീട് പുറത്തു വന്നില്ല.
അഴീക്കോടൻ കൊല്ലപ്പെട്ട ദിവസം നവാബ് രാജേന്ദ്രനെയും കാണാതായി. രാജേന്ദ്രനെ മദ്യം നൽകി വശത്താക്കി കത്ത് താൻ വാങ്ങി എടുത്തുവെന്നും പിന്നീട് അത് രാജേന്ദ്രൻ അറിയാതെ ചിക്കൻ കറിയിൽ കലർത്തി തീറ്റിച്ചുവെന്നും ജയറാം പടിക്കൽ പിന്നീട് ജീവചരിത്രകാരൻ വെങ്ങാനൂർ ബാലകൃഷ്ണനോട് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജീവചരിത്രത്തിൽ നവാബ് രാജേന്ദ്രൻ അത് നിഷേധിച്ചിട്ടുമുണ്ട്. തൻ്റെ മുൻനിരയിലെ പല്ലുകളും പത്രവും ജയറാം പടിക്കലിൻ്റെ ഭീകരതയ്ക്ക് മുമ്പിൽ നഷ്ടപ്പെട്ടുവെങ്കിലും പടിക്കലിനോട് തോൽവി സമ്മതിക്കുവാൻ നവാബ് രാജേന്ദ്രൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. നവാബിനോട് ചെയ്ത ക്രൂരതകൾ ജയറാം പടിക്കൽ പിന്നീട് ഏറ്റുപറയുകയും ചെയ്തു. നവാബ് രാജേന്ദ്രനിൽ നിന്നും ആ കത്ത് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തി തരണമെന്ന് ആഭ്യന്തരമന്ത്രി കരുണാകരൻ തന്നോട് ആവശ്യപ്പെട്ടതായി ജയറാം പടിക്കൽ പിൽക്കാലത്ത് ജീവചരിത്രകാരനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നിരവധി സഖാക്കളെയാണ് കോൺഗ്രസുകാർ മൃഗീയമായി കൊലപ്പെടുത്തിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അഴീക്കോടൻ രാഘവന്റെ പേര് ഞാനും കേട്ടിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന കുന്നത്ത് പുതിയ വീട്ടിന്റെ അയൽവക്കക്കാരാണ് പോതാണ്ടി രാമേട്ടനും കുടുംബവും. 1950 രാമേട്ടന്റെ ചെറിയ ഓലപ്പുരയിൽ നിന്നാണ് ഒളിവിൽ കഴിയുകയായിരുന്ന സഖാവ് അഴീക്കോടനെ സേവാദൾ വളണ്ടർമാരായ കോൺഗ്രസുകാരുടെ ഒത്താശയോടുകൂടി MS പിക്കാർ അറസ്റ്റ് ചെയ്തു. പിടിച്ച ഉടനെ തന്നെ MS പിക്കാർ സഖാവ് അഴീക്കോടനെ ക്രൂരമായി മർദ്ദിച്ചു. കൂടാതെ ഒളിവിൽ താമസിപ്പിച്ചതിന് രാമേട്ടന്റെ ഭാര്യ കപ്പള്ളി കല്യാണിയെടുത്തി മക്കളായ ജാനുവച്ചി, കുമാരാട്ടൻ തുടങ്ങിയവർക്കും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. MS പിക്കാർ അടിച്ച് ചെവി പൊട്ടിച്ചതിനെ തുടർന്ന് മരണം വരെ കേൾവിക്കുറവ് കുമാരാട്ടൻ അനുഭവിക്കേണ്ടി വന്നു. ഇതെല്ലാം ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ്. കണ്ണൂരിൽ പള്ളിക്കുന്ന് പഞ്ചായത്തിൽ സെൻട്രൽ ജയിലിന് അടുത്ത് 22 രൂപ വാടകയുള്ള ഒരു കൊച്ചു വീട്ടിലാണ് സഖാവ് അഴീക്കോടൻ താമസിച്ചിരുന്നത്. 1956 മെയ് 26-നാണ് അഴീക്കോടൻ വിവാഹിതനായത്. സഖാവിന്റെ വേർപാടിലുള്ള അനുശോചനക്കുറിപ്പിൽ ഫാദർ വടക്കൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അഴീക്കോടന്റെ ആ കൊച്ചു വീട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെയും അർപ്പണ ജീവിതത്തിന്റെയും ഒന്നാം സാക്ഷി. മന്ത്രിസഭയെ നിയന്ത്രിച്ചിരുന്ന ഏകോപന സമിതി കൺവീനറുടെ ആ കനകക്കുന്ന് കൊട്ടാരം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ബീഡി തൊഴിലാളിയായ അഴീക്കോടൻ ബീഡി തൊഴിലാളിയായി തന്നെ കണ്ണടച്ചിരിക്കുന്നു. കുടുംബത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ, താമസിക്കാൻ ഒരു വീട് പോലും ഉണ്ടാക്കാതെ, രാപ്പകൽ ഭേദമെന്നെ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനായി സ്വന്തം ജീവൻ ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യസ്നേഹി. സഖാവ് വി കുഞ്ഞമ്പു പറഞ്ഞത്, ശത്രുക്കളുടെ ആക്രമണത്തിന് പലതവണ അഴീക്കോടൻ ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. 1946-ലെ 6 കമ്പനി പണിമുടക്കിനോടനുബന്ധിച്ച് ഒരു കൂട്ടം ഗുണ്ടകൾ കൃഷ്ണപ്പള്ളിയെ ആക്രമിച്ചു. തക്ക സമയത്ത് ഈ ശത്രുക്കളെ നേരിടാൻ സഖാവ് അഴീക്കോടനും സഖാക്കൾക്കും കഴിഞ്ഞതുകൊണ്ടാണ് കൃഷ്ണപ്പള്ളിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. കണ്ണൂർ ടൗണിൽ വെച്ച് പലപ്പോഴും ഗുണ്ടകൾ അഴീക്കോടനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെയെല്ലാം അതാത് കാലത്ത് ധീരമായും നേരിട്ട ചരിത്രമാണ് അഴീക്കോടൻ്റേത്. 51 വർഷക്കാലത്തെ ആ ജീവിതത്തിൽ 3.5 ദശാബ്ദക്കാലവും സഖാവ് സമരരംഗത്തായിരുന്നു. അഴീക്കോടൻ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മീനാക്ഷി ടീച്ചർ ഒരു വീട് നിർമ്മിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് വയ്ക്കാൻ ഒരു ലോൺ അപേക്ഷ കൊടുത്തിരുന്നു. പലവിധ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷ മടക്കുക പതിവായിരുന്നു. ഇവർക്ക് ശേഷം അപേക്ഷ കൊടുത്തവർക്കെല്ലാം ലോൺ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഹീനമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് ഭരണാധികാരികൾ ലോൺ അനുവദിക്കാതിരുന്നത്. 1972 സെപ്റ്റംബർ 23 സഖാവ് അഴീക്കോടൻ കൊല ചെയ്യപ്പെട്ട ശേഷം ലോൺ അനുവദിച്ച് ഉത്തരവിറക്കി. എന്നാൽ അഴീക്കോടന്റെ വിധവ മീനാക്ഷി ടീച്ചർ കൊലയാളി സർക്കാരിന്റെ ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞ് മടക്കുകയാണ് ചെയ്തത്. അഴീക്കോടന്റെ ജീവിതാനുഭവങ്ങളിൽ ചിലത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണൂരിൽ രാത്രി ഒരു പൊതുയോഗം കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ അഴീക്കോടൻ സുഹൃത്തും എത്തിയപ്പോൾ അഴീക്കോടൻ സാധാരണ കിടക്കാറുള്ള ആ വലിയ മേശയുടെ മുകളിൽ ഏതോ വലിയ യാത്ര കഴിഞ്ഞ് അവശനായി തിരിച്ചെത്തിയ സഖാവ് നായനാർ ബാഗ് തലയണയാക്കിക്കൊണ്ട് കിടന്നുറങ്ങുന്നു. അവസാനം അഴീക്കോടൻ മൂട്ടകളുടെ താവളമായ ബെഞ്ചിൽ കിടന്നു. 2 പേർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. ക്ഷമകെട്ട അഴീക്കോടൻ കൂടെയുള്ള സുഹൃത്തിനെയും കൂട്ടി പുറത്തിറങ്ങി. നമുക്ക് സുഖമായി കിടക്കയിൽ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. രാത്രി 9 മണിക്ക് കണ്ണൂരിലെത്തുന്ന ആ വണ്ടി രാവിലെ 6:30 മണിക്ക് പുറപ്പെടും. ആ വണ്ടിയുടെ 1-ാം ക്ലാസ് മുറിയിൽ കിടന്നുറങ്ങി. ഇത് ഇടയ്ക്കൊക്കെ പതിവുള്ളതായിരുന്നു. 1942-ലെ പാർട്ടി പ്രവർത്തനത്തെക്കുറിച്ച് സഖാവ് അഴീക്കോടൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ കാലത്ത് പാർട്ടി മുന്നോട്ട് വെച്ച 2 പരിപാടികളായിരുന്നു ഫാസിസ്റ്റ് വിരുദ്ധ പ്രചരണവും ദേശീയ ഐക്യവും. അത് ഒഴുക്കിനെതിരെയുള്ള നീന്തലായിരുന്നു. കണ്ണൂർ ടൗണിൽ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അറിയപ്പെടുന്നവർക്ക് പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കോൺഗ്രസുകാർ തെരുവ് പിള്ളേരെ സംഘടിപ്പിച്ച് നിർത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ഈ പിള്ളേർ ചൂട്ടും കത്തിച്ച് പിടിച്ച് പാട്ടയും കൊട്ടി പുറകെ കൂടുമായിരുന്നു. കൂടാതെ കിട്ടുന്ന അവസരം നോക്കി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. മീറ്റിംഗ് കൂടിയാൽ ചാണകവും ചെളിയും മലവും മറ്റും വാരി എറിഞ്ഞിരുന്നു. കണ്ണൂർ ടൗണിൽ ചില സ്ഥലത്ത് പട്ടികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വഴി നടക്കാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിരുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ടൗണിൽ തന്നെ നിരവധിയായ പൊതുയോഗങ്ങൾ അഴീക്കോടൻ സംഘടിപ്പിച്ചത്. അഴീക്കോടൻ രാഘവനെ കുറിച്ച് സഖാവ് EMS പറഞ്ഞത്, അഴീക്കോടനെ താരതമ്യപ്പെടുത്താവുന്ന ഒരു സഖാവ് നമുക്കുണ്ടായിരുന്നു, സഖാവ് കൃഷ്ണപിള്ള.
മറ്റനവധി കമ്മ്യൂണിസ്റ്റുകാരെ പോലെ സഖാവിൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ കമ്മ്യൂണിസ്റ്റായി വളർന്ന നേതാവാണ് സഖാവ് അഴീക്കോട്. തൻ്റെ ഗുരുവും ആചാര്യനുമായ സഖാവിൻ്റെ മാതൃക അനുസരിച്ച് സ്വന്തം വർഗത്തിനും രാഷ്ട്രത്തിനും വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച വിപ്ലവകാരിയായിരുന്നു അഴീക്കോടൻ. സഖാവ് കൃഷ്ണപ്പിള്ളിയുടെ ജീവൻ അപഹരിച്ചതൊരു മൂർഖൻ പാമ്പായിരുന്നുവെങ്കിൽ സഖാവ് അഴീക്കോടൻ്റെ ജീവൻ അപഹരിച്ചത് രാഷ്ട്രീയ മൂർഖന്മാരുടെ കഠാരിയാണ്. ഒരു സാധാരണ തൊഴിലാളിയായി ജനിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സഖാവാണ് സഖാവ് അഴീക്കോടൻ രാഘവൻ. ഈ മലനാടിൻ്റെ നാലുകെട്ടിൽ നിന്ന് കാലം കൊളുത്തിയ സ്വർണ്ണവിളക്കിനെ ഊതിക്കെടുത്തിയ കടത്തമേ നിന്റെ ചോരക്കു ദാഹിച്ചു നിൽക്കുന്നു കേരളം. ആയിരം പട്ടിണിക്കാരുടെ ജീവനുണർത്തും വികാര തരംഗമേ, നിന്റെ ഹൃദയരക്തം നിറം ചേർത്തോരു ചെങ്കൊടി ഞങ്ങൾ ഉയർത്തു മെക്കാലവും. സഖാവ് അഴീക്കോടൻ രാഘവന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.